ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കൂൺ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് മഷ്റൂം മസാല എന്നോ അല്ലെങ്കിൽ മഷ്റൂം റോസ്റ്റ് എന്നൊക്കെ വിളിക്കാം. നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മഷ്റൂം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 350 ഗ്രാം കൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ മഷ്റൂം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിന്റെ തൊലി ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇതുപോലെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ നമുക്ക് ഈ തൊലിയൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പം ഇത് നമ്മൾ തൊലിയൊക്കെ ഒന്ന് നന്നായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും. ഇനി നമുക്ക് ഇതിന്റെ ഒരു താഴെ ഭാഗം ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് കത്തി വെച്ചിട്ടൊന്ന് ചുരണ്ടി കൊടുക്കാം. അതുപോലെ എല്ലാ മഷ്റൂം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവോള ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോളയുടെ കൂടെ തന്നെ ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 2-3 മിനിറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റി സവാള ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 പച്ചമുളക് നടുവെ കീറിയത് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുന്നത് വരെ വേണം വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണവും അതുപോലെ തന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 1 മിനിറ്റ് വഴറ്റി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കാം നമുക്ക്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി പൊടികളുടെയൊക്കെ പച്ചമണം മാറ്റിയെടുക്കാം നമുക്കിനി. നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളകിന് പകരമായിട്ട് നമ്മൾ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ് കേട്ടോ. തക്കാളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചിട്ടെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം നമുക്ക്. ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നിന്നൊക്കെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പം നമ്മുടെ മസാലയൊക്കെ നല്ല പാകത്തിന് വന്നിട്ട് ഈ സമയത്ത് നമുക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇനി അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മസാലയൊക്കെ മഷ്റൂമിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അടച്ചു വെക്കുന്നതിന് മുന്നേ തന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കുറച്ചു നേരം വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കും മഷ്റൂമിന്റെ ഉള്ളിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പം നമുക്കൊരു 5 മിനിറ്റ് ഒക്കെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമുക്ക് കാണാം നമ്മൾ മഷ്റൂമിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ബാക്കി ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് വേവിച്ചിട്ടെടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം തീയിലിട്ടിട്ട് വേവിച്ചിട്ടെടുക്കാം. മഷ്റൂമിന് ഒരുപാട് വേവൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വീണ്ടും വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇപ്പം ഇതാ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ മഷ്റൂം അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ടുണ്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ തീ ഒരു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം കൂടുതൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് ഈ ഒരു പാകത്തിനാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മൾ അടിപൊളി മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.